وعلى آله وصحبه وسلم أرسله بالهدى ودين الحق ليظهره على الدين ولو كره المشركون. بسم الله الرحمن الرحيم. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. وقال النبي صلى الله عليه وعلى آله وصحبه وسلم: لو تعلم البهائم من الموت ما يعلم ابن آدم ما أكلتم منها سمينها. أنسيت يا مغرور أنك ميت أيقن بأنك في المقابر نازل. تبلى وتفلى والخلائق للفناء بمثل هذا الليس يفرح عاقلون. ബഹുമാനം നിറഞ്ഞ വന്യരിൽ വന്യരായ ഉസ്താദ് അവറുകളെ, സ്റ്റേജിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, നാട്ടുകാരെ, ഞാനും നിങ്ങളും ലോകത്ത് മനുഷ്യരായി ജനിച്ചു വീണവരാണ്. ലോകത്തെ ഇതര ജീവികളിൽ നിന്ന് മനുഷ്യനെ വ്യതിരിക്തമാക്കുന്നത് ബുദ്ധിയും വിവേകവുമാണ്. ലോകത്തെ മുഴുവൻ വസ്തുക്കളെയും ജീവികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ലോകത്തെ മുഴുവനും മനുഷ്യനാകുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി കീഴ്പ്പെടുത്തി തന്ന അല്ലാഹ് മനുഷ്യന്റെയും ജിന്നുവർഗത്തിന്റെയും ജീവിത മാർഗങ്ങളെയും ജീവിത വഴികളെയും കുറിച്ച് പരീക്ഷണം നടത്തുകയാണ് ഈ ലോകത്ത്. ജീവിതമെന്ന വലിയൊരു അനുഗ്രഹം നേടിയെടുത്തിട്ടുള്ള ഞാനും നിങ്ങളും ഇതര മനുഷ്യർക്ക് അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരായി ഇസ്ലാം അല്ലെങ്കിൽ ഈമാൻ എന്ന മഹത്തായ അനുഗ്രഹം സ്വീകരിച്ചവരാണ്. ഈ അനുഗ്രഹവും ഈ ശ്രേഷ്ഠതയുമാണ് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹം. ഈ അനുഗ്രഹത്തിന് അണമുറിയാതെ അണതെറ്റാതെ നന്ദി ചെയ്യുന്നവനാണ് ലോകത്ത് വിജയിയാകുന്നത്. ജീവിതത്തിന്റെ വഴിയിടങ്ങളിൽ ജീവിക്കാനുള്ള വഴി കാണിച്ചു തന്ന ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹ്ബിഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന ആശയങ്ങളോടും അവിടുത്തെ വഴികളോടും ഒരു വഴിയിലുള്ള ഒരു ചെറിയ അണ പോലും തെറ്റാതെ പിന്തുടർന്നവനാണ് വിജയിയാകുന്നത്. ആ നബിയോടും അവിടുന്ന് നമ്മളിലേക്ക് കൈമാറി തന്ന വിശുദ്ധ ഖുർആനും വിശുദ്ധ ഇസ്ലാമും അത് പൂർണ്ണമായി പുൽകി ജീവിച്ചവനാണ് ലോകത്ത് വിജയിക്കാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അവിടുന്ന് ബാക്കി വെച്ച ശിഷ്ടങ്ങളോടും കൂറു പുലർത്തുന്നവനും അതിനോട് താദാത്മ്യപ്പെടുന്നവനുമാണ് ലോകത്ത് വിജയിക്കാൻ സാധിക്കുന്നത്. അതിന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരും വിശിഷ്യ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിക്കുന്ന ഒരാശയമാണ്. മനുഷ്യനെ മുഴുവനും പരീക്ഷണ വിധേയമാക്കാൻ വേണ്ടി അല്ലാഹു തആല ഈ ലോകത്തേക്ക് പടച്ചുവിടുകയാണ്. ഈ പരീക്ഷണ ലോകത്തിന്
ഒരവസാനത്തെ സമയമുണ്ട്. ആ സമയത്തെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അൽ മൗത്ത് അഥവാ മരണം എന്ന് വിളിക്കുന്നത്. ലോകത്തുള്ള എല്ലാ ആളുകളെയും അത് പിടികൂടും. വിശിഷ്യ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലും മരണം പിടികൂടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വരും കാലങ്ങളിൽ എന്നെയും നിങ്ങളെയും മരണം മുഖാമുഖമായി കാണാൻ. പക്ഷേ ഈ മരണം എന്ന സത്യമായ പ്രതിഭാസത്തെ ഓർക്കുന്നവരും അതിൽ നിന്ന് പാഠമുൾക്കുന്നവരുമാണ് ലോകത്ത് വിജയിയാകാൻ സാധിക്കുന്നത്. ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരും അംബിയ മുർസലീങ്ങളും വിജയം കൈവരിച്ചത് മരണത്തെ ഓർക്കുന്നതിലൂടെയാണ്. കാരണം അവരൊക്കെ മനസ്സിലാക്കി വെച്ചൊരു സത്യമുണ്ട്: ഈ ലോകം നിത്യമല്ല. ഈ ലോകം ഒരിക്കലും നമ്മൾക്ക് ശിഷ്ടമായി ബാക്കി വെക്കാനുള്ളതല്ല. ലോകത്തുള്ള എല്ലാ ആളുകളും ലോകത്തിൽ നിന്ന് വിട പറയേണ്ടവനാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങൾ പോലും ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ മനുഷ്യരെ 3 വിഭാഗമായിട്ട് ബഹുമാനപ്പെട്ടവർ തരംതിരിക്കുകയാണ്. അതിലൊന്നാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നു: സുമ്മന്നാസു ഇമ്മാ മുൻഹമിലുൻ ഔ തായിബൻ മുബ്തദിഉൻ ഔ ആരിഫുൻ. മനുഷ്യൻ ഒന്നുകിൽ മുൻഹമിലാണ്, അല്ലെങ്കിൽ തായിബാണ്, അല്ലെങ്കിൽ ആരിഫാണ്. ഈ 3 വിഭാഗത്തെ അല്ലാതെ ലോകത്തെവിടെയും നമുക്ക് കാണാൻ പറ്റും. ആരാണ് മുൻഹമിൽ? ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്: അമ്മൽ മുൻഹമിനു ഫലാ യദ്കുറുൽ മൗത. മുൻഹമിൽ മരണത്തെ ഓർക്കൂല, അവന് മരണത്തെ കുറിച്ച് ആലോചിക്കാൻ കഴിയൂല. കാരണം അവന്റെ മനസ്സ് ഉറച്ചുപോയി. അവന് നാളെ റബ്ബിന്റെ മുന്നിൽ ഹാജരാകേണ്ടവനാണെന്ന ബോധം അവനില്ല. ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളവരുകൾ പഠിപ്പിച്ചു കൊടുത്ത ആശയങ്ങളോട് അവന് താദാത്മ്യപ്പെടാൻ കഴിയുന്നില്ല. അവനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ചോദിച്ചത്: നബിയേ, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വസ്സഹാദാ. ആ മരണത്തെ ആലോചിക്കാത്ത ജനങ്ങള് അവരെ മരണത്തെക്കുറിച്ച് പറയുമ്പോ മരണത്തിന്റെ മുന്നിൽ നിന്ന് ഓടാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ഫഇന്നഹു മുലാഖീകും, അവനെ നിശ്ചയം മരണം പിടികൂടുക തന്നെ ചെയ്യും. ثم തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വസ്സഹാദാ. നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ചവനെ മടക്കപ്പെടും. പക്ഷെ അവിടെ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്ത് അവസാനിപ്പിച്ചിട്ടില്ല. അവിടുന്ന് മനുഷ്യന്റെ ജീവിതത്തിന്റെ സത്യാവസ്ഥയെ കുറിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു: ഫയുനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ. നിങ്ങൾ ചെയ്തു വെച്ച മുഴുവൻ പ്രവർത്തനങ്ങളെ കുറിച്ചും അവിടുന്ന് പറയപ്പെടും. അവിടുന്ന് മുഴുവൻ വസ്തുക്കളെ കുറിച്ചും പ്രതിപാദിക്കപ്പെടും. എന്റെ ഈ വിരല് അനക്കുന്നതിനെ കുറിച്ച് അവിടെ പ്രതിപാദിക്കപ്പെടും. എന്റെ വായെന്ത് സംസാരിച്ചു എന്നവിടെ പറയപ്പെടും. എന്റെ കാതെന്ത് കേട്ടു എന്നവിടെ പറയപ്പെടും.
എന്റെ കണ്ണെന്തു കണ്ടു എന്നവിടുന്ന് പറയപ്പെടും. രണ്ടാമത്തെ വിഭാഗമായിട്ട് ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവൻ തൗബ ചെയ്യുന്നവനാണ്. പക്ഷേ ഫഇന്നഹു യക്തുറു മിൻ ദിക്രിൽ മൗതി ലിയംബഇസ മിൻ ഖൽബിഹിൽ ഖൗഫ് വൽ ഖശിയ. അവന്റെ മനസ്സിൽ പേടിയും ഭയവും ഉണ്ടാകാൻ വേണ്ടി അവൻ റബ്ബിനെ അല്ലെങ്കിൽ മരണത്തെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ അത് നിത്യമായ ആലോചനയല്ല. ഒരു ഉസ്താദ് വന്നിട്ട് വഅദ് പറയുമ്പോ മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നു. ആ സദസ് വിട്ടുപിരിയുമ്പോഴേക്ക് അല്ലാഹുവിനെയും മരണത്തെയും കുറിച്ച് മറന്നുപോയി. അവനാണ് സായിബെന്ന് ബഹുമാനപ്പെട്ടവരെ പഠിപ്പിക്കുകയാണ്. എന്നാൽ നമ്മളൊക്കെ പ്രാപിക്കേണ്ട ഒരു സദാ ഒരു പദവിയുണ്ട്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പ്രാപിച്ചൊരു പദവിയുണ്ട്. ആ പദവിയാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു. അൽ ആരിഫൂ, അവനാണ് ലോകത്ത് ഏറ്റവും വലിയ പദവി കൈവരിച്ചവൻ. കാരണം അവൻ യദ്കുറുൽ മൗത ദായിമാ, അവന്റെ ജീവിതത്തിൽ മുഴുവൻ സമയത്തിലും അവൻ മരണത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. അതല്ലേ ഒരു കവി നമ്മളോട് ചോദിച്ചത്, മോനെ അനസീത യാ മഗ്റൂറു അന്നക മയ്യിതു ഐഖിൻ ബിഅന്നക ഫിൽ മഖാബിരി നാസിലു تبلى وتفلى والخلائق للفنا بمثل هذا العيش يفرح آقلون. മോനെ അനസീത യാ മഗ്റൂറു അന്നക മയ്യിതു, നീ ലോകത്ത് മരിച്ചു വീഴേണ്ടവനാണെന്ന് നീ മറന്നുപോയോ മോനെ? ഐഖിൻ ബിഹാ ബിഅന്നക ഫിൽ മഖാബിരി നാസിലു, നീ അതാ പള്ളിക്കാട്ടിലേക്ക് മറവിടേണ്ടവനാണ്. അവിടേക്കാണ് നിന്റെ അതാ വാസമെന്ന് നീ ഉറപ്പിക്കണം മോനെ. കാരണം നീ ലോകത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? തബ്ലാ വദഫ്ല വൽ ഖലായിഖു ലിൽ ഫനാ, എന്റെ ഉപ്പാപ്പ മരിച്ചുപോയിട്ടുണ്ട്, എന്റെ ഉമ്മാമ മരിച്ചുപോയിട്ടുണ്ട്, നമ്മളുടെ ഉപ്പാപ്പമാര് മരിച്ചുപോയിട്ടുണ്ട്, നമ്മളുടെ ഉമ്മാമമാര് മരിച്ചുപോയിട്ടുണ്ട്. പക്ഷേ അവരാരും ഇവിടെ നിത്യമായി വസിക്കുന്നത് നമ്മൾ കാണുന്നില്ല. അത്യന്തം പറയേണ്ടത് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടുന്ന് നിത്യമായി ജീവിക്കുന്നത് നമ്മൾ കാണുന്നില്ല. അവിടുന്ന് ഈ ലോകത്ത് ശേഷിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. ആ കവി ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുകയാണ്, മോനെ തബ്ലാ വതഫ്ല വൽ ഖലായിഖു ലിൽ ഫനാ, അല്ലാഹുവിന്റെ മുഴുവൻ സൃഷ്ടികളും അത് നശിക്കാൻ വേണ്ടിയാണ് അവൻ പടച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യ, നെഞ്ചത്ത് കൈവച്ച് നീ ഒരു കാര്യമാലോചിക്കണം. ഇവിടെയല്ലേ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് വിജയിക്കുന്നു, ഇവിടെയല്ലേ അമ്പിയാക്കള് വിജയം കൈവരിക്കുന്നു, ഇവിടെയല്ലേ ഖുലഫാഉർ റാഷിദീങ്ങൾ വിജയം നേടുന്നു, ഇവിടെയല്ലേ ബഹുമാനപ്പെട്ട മദ്ഹബിന്റെ ഇമാമിങ്ങളായ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് വിജയം കൈവരിക്കുന്നു. കാരണം അവിടുന്ന് മനസ്സിലാക്കിയൊരു സത്യമുണ്ട്, അബിമിസ്ലി ഹാദൽ ഐശി യഫറഹു ആഖിലൂ, ഞാൻ നേടിയെടുത്തതൊന്നും എനിക്ക് ശേഷിക്കുന്നില്ല, ഞാൻ നേടിയെടുത്ത സമ്പത്ത് എനിക്ക് ശേഷിക്കുന്നില്ല, എന്റെ വീട് എനിക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, എന്റെ മക്കളെ എനിക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, എന്റെ ഭാര്യയെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല, എന്റെ വാഹനത്തെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മോനെ അബിമിസ്ലി ഹാദൽ ഐശി യഫറഹു ആഖിലൂ, ബുദ്ധിമാന്മാരായ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു
അബൂ ഹനീഫത്തു നുഅ്മാനി റളിയല്ലാഹു അൻഹു അവരെ പോലെയുള്ള ബുദ്ധിമാന്മാരായ പണ്ഡിതന്മാർ അവരീ നശിച്ചു പോകുന്ന ലോകത്തെ, ഈ നശിച്ചു പോകുന്ന ജീവിതത്തെ അവരാരും ഛേദിക്കുന്നതായി കാണുന്നില്ല. അവരാരും ഈ ലോകത്തെ കുറിച്ച് അല്ലെങ്കിൽ ഈ ലോകത്ത് സന്തോഷിക്കുന്നത് നമ്മൾ കാണുന്നില്ല. മറിച്ച് നമ്മൾ എന്താ കാണുന്നത്? നെഞ്ചത്ത് കൈവച്ച് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ നമ്മൾ ആലോചിക്കണം. നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ആലോചിക്കണം. എന്താണ് അവർ ചെയ്തു തീർത്തത്? അവരെ ഇൽമ പഠിക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു, രാത്രി എഴുന്നേറ്റ് ഖുർആൻ ഓതുന്നു, ഹദീസ് പഠിക്കുന്നു, അത് പഠിപ്പിക്കുന്നു, ഖുർആൻ പഠിപ്പിക്കുന്നു, വഅദ് പറഞ്ഞു കൊടുക്കുന്നു, വഅദ് കേൾക്കുന്നു. അങ്ങനെ അവരുടെ മുഴുവൻ ജീവിതത്തിന്റെ ഏകദേശ ഭാഗങ്ങളും അല്ല ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളും അവരതാ ഇസ്ലാമിന് വേണ്ടി തഖ്വയിലായി അധിഷ്ഠിതമായി ജീവിക്കുന്നു. നമുക്കെല്ലാ വിഷയത്തിലും ഏറ്റവും വലിയ ഉദാത്തമായ മാതൃകയായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദാഹരണം തന്നെ നമ്മൾ ആദ്യം തന്നെ എടുത്തു നോക്കൂ. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാമഅല ഹസീരി അവിടുന്ന് ഒരു പായന്റെ മേൽ കിടന്നുറങ്ങുകയാണ്. ഫഖാമ, അപ്പൊ അവിടുന്ന് ഇങ്ങനെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ്, വഖദ് അസ്റ ഫീ ജസദിഹി, അവിടുന്ന് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബിതങ്ങളെ കാണാൻ വേണ്ടി വന്നു നോക്കുമ്പോ അവിടുത്തെ ശരീരത്തിൽ പായയുടെ അടയാളങ്ങൾ വന്നുപോയി. പായയുടെ അതാ നിങ്ങൾ കാണുന്നില്ലേ, നല്ല ഓല കൊണ്ട് മേഞ്ഞ ഒരു പായ. ആ പായയിൽ നമ്മൾ കിടന്നാൽ നമ്മളുടെ ശരീരത്തിൽ ആ പായയുടെ അലകൾ അല്ലെങ്കിൽ അതിന്റെ അത് നിർമ്മിച്ച ഭാഗങ്ങൾ നമ്മളുടെ കഥാ ശരീരത്തിൽ പാടായി വർദ്ധിക്കുന്നില്ലേ? ഇതുപോലെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ലോകത്തിന്റെ രാജാവായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ശിഷ്യനായ ഇബ്നു മസ്ഊദ് തങ്ങൾ കയറി വരികയാണ്. അവിടുന്ന് വന്നു നോക്കുമ്പോ നബി തങ്ങൾ പായയിൽ കിടക്കുന്നു. ആ ഇബ്നു മസ്ഊദ് തങ്ങളെ കണ്ടപ്പോ ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റ് നിന്നു. അപ്പോഴാണ് റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ അവിടുന്ന് കലകൾ കാണുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഫഖാല ഇബ്നു മസ്ഊദ്, ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ലൗ അമർതനാ അൻ നബ്സുത ലക വനഅമൽ ഫഖാൽ, അല്ലാഹുവിന്റെ റസൂലായ നബിയേ, അങ്ങ് ഒരു ഓർഡർ ഇട്ടാൽ അങ്ങേക്ക് വേണ്ടി പട്ടുമെത്ത വിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നബിയേ. അതുകൊണ്ടൊരു ഓർഡർ തരുമോ നബിയേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴല്ലേ ലോകത്തിന്റെ മാതൃകയായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി പട്ടുമെത്തയിലല്ല, എയർ കണ്ടീഷനുള്ള റൂമിലല്ല, നല്ല എയർ കണ്ടീഷനുള്ള വാഹനത്തിലല്ല, ജീവിതത്തിന്റെ സുഖത്തിന്റെ അനുബോധനങ്ങളിൽ മെച്ചിരിപ്പിൽ ജീവിക്കുന്നതല്ല, ലോകത്തെ മുഴുവനും ഹദീസുകളും ഖുർആനിന്റെ പാഠങ്ങളും പഠിപ്പിച്ച ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ജീവിക്കേണ്ടതെങ്ങനെയെന്ന് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു, നിസ്കരിക്കേണ്ടതെങ്ങനെയെന്ന് പഠിപ്പിച്ചു തന്നു, ഒരാളോടെങ്ങനെ പെരുമാറേണ്ടതെങ്ങനെയെന്ന് അവിടുന്ന് പഠിപ്പിച്ചു തന്നു. അവിടുന്ന് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ, മാലി വലിദ്ദുന്യാ വമാ അന ഫിദ്ദുന്യാ ഇല്ലാ കറാകിബിൻ ഇസ്തദല്ല തഹ്ത സദറത്തിൻ ثم راح وتركها. ഇബ്നു മസ്ഊദ്,
സത്യം മനസ്സിലാക്കണം. അല്ല, ഞാൻ മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഈ ലോകത്ത് അതാ നിങ്ങൾ കാണുന്നില്ലേ മയ്യത്ത് നിസ്കാരം? മയ്യത്ത് നിസ്കാരത്തിന് നമ്മൾ ബാങ്ക് കൊടുക്കുന്നത് കാണാറുണ്ടോ? ഇല്ലല്ലോ. ആ മയ്യത്ത് നിസ്കാരത്തിന്റെ ബാങ്കപ്പെടാ കൊടുക്കപ്പെട്ടത് അതതാ ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോ ആ കുട്ടിയുടെ വലത്തെ ചവിട്ടിൽ നമ്മൾ ബാങ്ക് കൊടുത്തില്ലേ? ഇടത്തെ ചവിട്ടിൽ നമ്മൾ ഇഖാമത്ത് കൊടുത്തില്ലേ? ഈ ബാങ്കിന്റെ നിസ്കാരമാണ് മയ്യത്ത് നിസ്കാരം എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പഠിപ്പിച്ചു. എന്തിനാണ് അല്ലാഹു തആല ഇങ്ങനൊരു നിശ്ചയം ചെയ്തത്? അതിന്റെ ആശയമാണ് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. ഇബ്നു മസ്ഊദ് വമാ അന ഫിദ്ദുനിയാ ഇല്ലാ കറാകിബിൻ ഇസ്തളല്ല തഹ്ത സജറതി. ഞാൻ ഈ ദുനിയാവിൽ ഒരു നല്ല മരച്ചുവട്ടിന്റെ ചുവട്ടില്, ആ മരച്ചുവട്ടിന്റെ ചുവട്ടില് അതിന്റെ നിഴല് കൊള്ളാൻ വേണ്ടി, അതിന്റെ നിഴലിൽ നിന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇരുന്ന ഒരു യാത്രക്കാരനാ. ഈ യാത്രക്കാരനായി എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സുഖലോലുപത എനിക്കില്ല, ആഡംബരം എനിക്കില്ല, ആഢ്യത്വം എനിക്ക് പറഞ്ഞതല്ല. കാരണം ഞാൻ ഈ ലോകത്തിരുന്ന് മടങ്ങേണ്ടവനാണ്. ഇവിടെ എനിക്ക് നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് വേണ്ടി, അവിടെ വിജയിക്കാൻ വേണ്ടി ഞാൻ വിള നൽകേണ്ടതുണ്ട്. കൃഷിയിടങ്ങളിൽ നല്ല നല്ല കൃഷികൾ ഇറക്കേണ്ടതുണ്ട്. അതിന്റെ വിളകൾ നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ച് എനിക്ക് നേടാൻ കഴിയണോ? അതല്ലേ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്. ഈ കാര്യം ബഹുമാനപ്പെട്ട ഇമാമികൾ പഠിച്ച് മനസ്സിലാക്കിയില്ലേ? അതുകൊണ്ടാണ് അവരുടെ ജീവിതം മുഴുവനും ഇൽമുമായി ബന്ധപ്പെടുന്നു, നിസ്കാരവുമായി ബന്ധപ്പെടുന്നു, കർമ്മവുമായി ബന്ധപ്പെടുന്നു. ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട ശൈഖുൽ ഇസ്ലാം സൈനുദ്ദീനുൽ മഅ്ബരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ മുഈനിന്റെ മുഖദ്ദിമയിൽ നമ്മൾ വായിച്ചില്ലേ? വഅന അസ്അലുല്ലാഹൽ കരീമൽ മന്നാന അൻ യഉമ്മൽ ഇന്തിഫാഅ ബിഹി ലിൽ ഖാസത്തി വൽ അമ്മതി. ഞാൻ ഈ ഗ്രന്ഥം രചിച്ചത് പണ്ഡിതന്മാർക്ക് ഉപകാരപ്പെടണം, എന്നെപ്പോലെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഉപകാരപ്പെടണം എന്നിങ്ങനെ ബഹുമാനപ്പെട്ടവര് പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്, ഞാൻ ഈ ഗ്രന്ഥം രചിച്ചതിന്റെ ലക്ഷ്യമെന്താ? എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ ലക്ഷ്യബോധമില്ലാത്തത് കൊണ്ടല്ലേ കാസർഗോഡിന്റെയും കാഞ്ഞങ്ങാടിന്റെയും തെരുവോരങ്ങളിലൂടെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരാശയത്തിന്റെ വക്താക്കളായ ഞാന്, ഒരാശയത്തിന്റെ വക്താക്കളായ നമ്മള് അവിടുന്ന് പഠിപ്പിച്ച നിയമങ്ങൾ അതാ നമ്മൾ ഉളുപ്പില്ലാതെ ലജ്ജയില്ലാതെ നമ്മൾ ലംഘിക്കുന്നില്ലേ? അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീനുൽ മഅ്ബരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അവിടുന്ന് പഠിപ്പിക്കുന്നു. വഅയ്യുസ്കിനനി ബിഹി അൽ ഫിർദൗസ ഫീ ദാരിൽ അമാൻ. നിർഭയത്വം മുഴുവനും ലഭിക്കുന്ന നാളെ റബ്ബിന്റെ കോടതിയിൽ അവിടെ ഫിർദൗസ് എന്ന് പറയപ്പെടുന്ന വീടിൽ എനിക്കൊരു നമ്പറാകണം, അവിടെ ഒരു സീറ്റ് എനിക്ക് വേണം, അവിടുന്ന് എനിക്ക് വിജയിക്കാൻ കഴിയണം. ഏതിനു വേണ്ടിയാണ് ഈ പാവപ്പെട്ട സൈനുദ്ദീനുൽ മഅ്ബരി ഞാൻ ഈ ഫത്ഹുൽ മുഈനാകുന്ന ഗ്രന്ഥത്തെ അങ്ങയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അല്ലാഹ് എന്ന അർത്ഥത്തിൽ അവിടുന്ന് ആമുഖം രചിച്ചിട്ട് അവസാനം അതിലേക്ക് സൂചിപ്പിച്ചിട്ട് അവിടുന്ന് പറയുകയാണ്, ഇന്നഹു അക്റമു കരീം വഅർഹമു റഹീം. എനിക്കിന്ന്
22 വയസ്സ് പ്രായമായി. പക്ഷേ ആലോചിക്കൂ മുഅ്മിനീങ്ങളെ, നമ്മളിൽ 40 വയസ്സ് പ്രായമായവരില്ലേ, 80 വയസ്സ് പ്രായമായവരില്ലേ? ഈ വയസ്സ് മുഴുവനായിട്ട് 22 വയസ്സ് പ്രായമായ എന്റെ കൈ, എന്റെ കണ്ണ്, എന്റെ കാത്, എന്റെ ശരീരം, ഈ കണ്ണുകൊണ്ടും കാതുകൊണ്ടും എന്റെ ശരീരം കൊണ്ടും ഹറാം ചെയ്തിട്ട് എന്റെ റബ്ബ് എന്നോട് കോപിച്ചിട്ടില്ല. എന്റെ കണ്ണിന്റെ കാഴ്ചശേഷി അല്ലാഹ് പിൻവലിച്ചിട്ടില്ല. എന്റെ കാതിന്റെ കേൾവിശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിൽ നിന്ന് അല്ലാഹു തആല എന്നിൽ നിന്ന് തിരിച്ചു പിടിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട സൈനുദ്ദീനുൽ മഅ്ദരി റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന രൂപം ബഹുമാനപ്പെട്ടവർ ജീവിച്ച് കാണിച്ചിട്ട് അവസാനം അവിടുന്ന് പറയുകയാണ്, എന്റെ ജീവിത ലക്ഷ്യം എന്നെ ഫിർദൗസാകുന്ന ദാറുൽ അമാനിൽ എനിക്കൊരു സീറ്റ് തരണം റബ്ബേ, അതിലെനിക്കൊരു താമസത്തിന് ഇടം തരണം റബ്ബേ. ഈ ആശയം എവിടുന്നാണ് മനുഷ്യന് ലഭിക്കുന്നത്? ഇതിന്റെ വഴി എന്താണ്? ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിശദീകരിച്ചിട്ട് നമ്മളെ പഠിപ്പിച്ചു. അതാണ് ഞാൻ ആദ്യം നിങ്ങളുടെ മുന്നിലേക്ക് പാടിത്തന്നത്. അനസീത യാ മഗ്റൂറു അന്നക മയ്യിതു, നീ മയ്യിത്താകുന്നവനാണ്, നീ മരണത്തെ രുചിക്കുന്നവനാണെന്ന ബോധം നിന്നെ അലട്ടിക്കൊണ്ടിരിക്കണം മോനെ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മരണത്തെ ആലോചിച്ചു കൊണ്ടിരിക്കാൻ, അവിടുത്തെ ജീവിതം സംശുദ്ധമാകാൻ അവിടുന്ന് കണ്ടുവെച്ച, അവിടുന്ന് പരിഹാരമായി കണ്ട ഒരു ആളുണ്ട്, ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശമാണ് മരണമെന്ന് ഉമർ ഇബ്നു ഖത്താബ്. മരണമാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ ഉപദേശം. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരുടെ മോതിരത്തിൽ നമ്മൾക്ക് എഴുതി വെച്ചതായി കാണാം, ഉമറേ കഫാക ബിൽ മൗതി വാഇളൻ, ഉമറേ നിനക്ക് ഉപദേശകനായി മരണം നിനക്ക് വളരെ പര്യാപ്തമാണ് ഉമറേ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മോതിരത്തിൽ എഴുതി വെച്ചു പോയി. ഇങ്ങനെ ഓരോ പണ്ഡിതന്മാരും ഓരോ അംബിയ മുർസലീങ്ങളും മരണത്തെ ആലോചിച്ചിട്ട് ജീവിത വിജയം കണ്ടെത്തുന്നു. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട സഫിയ റളിയല്ലാഹു അൻഹാ അവിടുന്ന് പറഞ്ഞൊരു ഹദീസിൽ നമ്മൾക്ക് കാണാം, ഇന്നംറഅതൻ ഇസ്തഖത്തി ഇലാ ആയിഷ റളിയല്ലാഹു അൻഹാ, ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഒരു പെണ്ണ് ഓടി വന്നിട്ട് പരാതി പറയുകയാണ്, ഖസവാതി ഖൽബിഹാ, എന്റെ മനസ്സ് ഉറച്ചുപോയി ആയിഷ ബീവി, എന്റെ മനസ്സ് ഉറച്ചുപോയി. ഈ പ്രശ്നം വന്ന പരിഹാരം തേടിയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അതിന്റെ മറുപടിയായിട്ട് പറഞ്ഞു കൊടുക്കുന്നു, മോളെ നീ നിന്റെ ജീവിതത്തിൽ മരണത്തെ ഓർത്തുകൊണ്ടിരിക്കണം, അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ അവിടുത്തെ ഉപദേശം കേട്ട് തിരിച്ചുപോയ ആ യുവതി വീട്ടിലേക്ക് തിരിച്ചുപോയി ഒരുപാട് തവണ ഇങ്ങനെ ദിക്റുൽ മൗത്ത് നടത്തുകയാണ്. ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ അവിടുന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളോട് ഒരു ദിവസം ചോദിച്ചു, യാ റസൂലല്ലാഹ് അൽ യഹ്സുറു മഅസ്സുഹദാഇ അഹദുൻ നബിയേ, അതാ ദീനിന് വേണ്ടി രക്തസാക്ഷിത്വം സ്വീകരിച്ച ഒരുപാട് പണ്ഡിതന്മാരും സഹാബികളുമുണ്ട്,
അവരുടെ കൂടെ ഒരുമിച്ച് കൂടാൻ പറ്റിയ ആരെങ്കിലുമുണ്ടോ നബിയേ? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പ്രത്യുത്തരം നൽകിയിട്ട് പറയുകയാണ്, യാ ആയിഷ, ഉണ്ട് ആയിഷ, ആരാണ് നാളെ റബ്ബിന്റെ കോടതിയിൽ രക്തസാക്ഷികളോടുകൂടെ ഹാജരാകുന്നവര്?